നമസ്കാരം. നമ്മളോടൊപ്പം ഇന്നുള്ളത് ഡോക്ടർ മഞ്ജു വി ആണ്, പ്രൊഫസർ ആൻഡ് ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പ്രോസ്റ്റഡോണ്ടിക്സ് ആൻഡ് ഇംപ്ലാന്റോളജി. പല്ലിന് വേണ്ടി ചെയ്യുന്ന ഇംപ്ലാന്റ് ട്രീറ്റ്മെന്റ് എല്ലാവർക്കും ഇന്ന് സുപരിചിതമാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ നമുക്ക് ആഗ്രഹമുണ്ട്. അത് പറഞ്ഞു തരാൻ ഇന്ന് മാം ആണ് നമ്മളോടൊപ്പം ഉള്ളത്. വെൽക്കം ടു ദ ഷോ മാം. മാമിന്റെ ഡിപ്പാർട്ട്മെന്റ് പ്രോസ്റ്റഡോണ്ടിക്സ് ആണ്. ഇപ്പോൾ ഡെന്റിസ്ട്രി തന്നെ പല പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് അല്ലേ? അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ ഡിപ്പാർട്ട്മെന്റിൽ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഡെൻറ്റിസ്ട്രിയിലെ പ്രോസ്റ്റഡോണ്ടിക്സ് അത് മെയിനായിട്ട് പല്ല് വെക്കുന്ന സ്പെഷ്യാലിറ്റിയാണ്. പക്ഷേ പല്ല് മാത്രമല്ല, നമുക്ക് മുഖഭാഗങ്ങൾ നഷ്ടപ്പെട്ടാലും നമുക്ക് റീപ്ലേസ് ചെയ്യാൻ സാധിക്കും. അത് മെയിൻലി ഇപ്പോൾ ക്യാൻസർ ബാധിച്ച്, അല്ലെങ്കിൽ എന്തെങ്കിലും അപകടങ്ങൾ കാരണമോ, പൊള്ളലേറ്റ്, അല്ലെങ്കിൽ എനി ട്രോമ എന്ത് വന്നാലും അതിൽ നിന്ന് റീപ്ലേസ്മെൻറ്റ് ഒരു ആർട്ടിഫിഷ്യലായിട്ട് റീപ്ലേസ് ചെയ്യുന്നതാണ് പ്രോസ്റ്റഡോണ്ടിക്സ്. അതൊരു പ്രോസ്തസിസ് വെച്ചിട്ട് നമ്മളത് റീപ്ലേസ് ചെയ്യുന്നു. അതാണ് അതിൻ്റെ മെയിനായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ പൊതുവേ നമ്മൾ MBBS റിലേറ്റ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും മുഖഭാഗങ്ങൾ വെക്കുക എന്നുള്ളത്. നമ്മൾ MDS സമയത്ത് അതിൻ്റെ ഒരു ബേസിക് ട്രെയിനിങ് കിട്ടുന്നുണ്ട് മാക്സിലോഫേഷ്യൽ പ്രോസ്റ്റഡോണ്ടിക്സിൻ്റെ. പക്ഷേ അതിന് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ് ഇപ്പോൾ പലയിടത്തും നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ അമൃതയിൽ തന്നെ നമ്മളൊരു 1 year പ്രോഗ്രാം, ഒരു ഫെലോഷിപ്പ് നടത്തുന്നുണ്ട് മാക്സിലോഫേഷ്യൽ പ്രോസ്റ്റഡോണ്ടിക്സിൻ്റെ. അപ്പോൾ അതിനൊരു സ്പെഷ്യൽ ട്രെയിനിങ് ആവശ്യമാണ്. പക്ഷേ ബേസിക് ട്രെയിനിങ് നമ്മുടെ PG സമയത്ത് MDS പഠിക്കുമ്പം തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ പല്ല് വെക്കുന്ന വിഭാഗമാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഏതൊക്കെ രീതിയിൽ നമുക്കിത് വെക്കാൻ പറ്റും? ഇപ്പോൾ സാധാരണ ഇപ്പോൾ ഒരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകിൽ റിമൂവബിൾ ഡെഞ്ചർ അല്ലെങ്കിൽ റിമൂവബിൾ പല്ല്, അത് പല്ല് സെറ്റ് എന്ന് നമ്മളെപ്പോഴും ആൾക്കാർ പറയുന്നത്. അതെ അതെ, ഫുൾ സെറ്റ് പല്ലുണ്ട്, അതല്ലെങ്കിൽ കുറച്ച് പല്ല് റീപ്ലേസ് ചെയ്യുന്ന പാർഷ്യൽ ഡെഞ്ചേഴ്സ് ഉണ്ട്, അങ്ങനെയുണ്ട്. അതല്ലാണ്ട് നമുക്ക് ഫിക്സ്ഡ് ആയിട്ടുള്ള പല്ല് വേണമെങ്കിൽ എഗെയിൻ 2 ഓപ്ഷനാണ് ഉള്ളത്. ഒന്നുകിൽ നമ്മൾ ബ്രിഡ്ജ് എന്ന് പറയും, ഒരു പാലം പോലെ തന്നെ 2 സൈഡിൽ നിന്ന് പല്ലിൻ്റെ സപ്പോർട്ട് എടുത്തിട്ട് നടുക്ക് പല്ല് റീപ്ലേസ് ചെയ്യുന്ന ഒരു രീതി. ഇല്ലെങ്കിൽ നമുക്ക് ഒരു പല്ലിൻ്റെ സ്ഥാനത്ത് ഒരു പല്ല് പോലെ കിട്ടുന്നതാണ് ഇംപ്ലാന്റ്സ് വെച്ചിട്ട്, അതായത് ഇംപ്ലാന്റ്. അത് ശരിക്കും നല്ല പോപ്പുലറാണ്. കാരണം ബ്രിഡ്ജ് ആണെങ്കിൽ നമുക്ക് 2 സൈഡിലുള്ള പല്ലിനെ ചെറുതായിട്ട് ഷേപ്പ് ചെയ്യണം, ഗ്രൈൻഡ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അതേസമയം ഇംപ്ലാന്റ് ആണെങ്കിൽ അത് വേണ്ട. പക്ഷേ ഒൺലി തിങ് ഈസ് നമുക്ക് ആവശ്യത്തിന് ബോൺ വേണം. അവിടെ ആവശ്യത്തിന് ബോൺ ക്വാണ്ടിറ്റി ഉണ്ട് എങ്കിൽ നമുക്ക് ഇംപ്ലാന്റ്സ് വെച്ച് പല്ല് വെക്കാൻ സാധിക്കും. അത് വേറൊരു രീതിയാണ്. അപ്പോൾ ഈ ഒരുപാട് വയസ്സായവരെ സംബന്ധിച്ച് ബോണൊക്കെ കുറച്ച് പോയിണ്ടാവില്ലേ? അപ്പോൾ അവർക്ക് ഇംപ്ലാന്റ് പോസിബിൾ ആയിരിക്കുമോ? എന്ന് വെച്ചാൽ നേരത്തേതുപോലെയല്ല. പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംപ്ലാന്റ് എല്ലാവർക്കും എത്തിപ്പെടാൻ സാധിക്കാത്ത ഒരു ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. പക്ഷേ ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബോൺ ആവശ്യത്തിന് ക്വാണ്ടിറ്റിയും അതിൻ്റെ ക്വാളിറ്റിയും നോക്കണം, ആവശ്യത്തിന് കട്ടി വേണം. കാരണം നമ്മൾ ഈ ടൈറ്റാനിയം ഇംപ്ലാന്റ് ആണ് വെക്കുന്നത്, അത് എല്ലുമായിട്ട് നല്ല രീതിയിൽ പിടിക്കണം. അതൊരു കാര്യം. പിന്നെ നമ്മൾ മറ്റ് അസുഖങ്ങൾ ഏതെങ്കിലും ഒരു ഓസ്റ്റിയോപോറോട്ടിക് ചേഞ്ചസ്, അതായത് എല്ലിന് തേയ്മാനം ഉണ്ടാക്കുന്ന ഏതെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കിത് ഇൻഡിക്കേറ്റഡ് അല്ല. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഡയബറ്റിസ് ഉള്ളവർക്ക് വേഗമാണ് എല്ലിന് തേയ്മാനം വരുന്നത്. അതുപോലെ തന്നെ ഈ തൈറോയിഡ്, പാരാതൈറോയിഡ്, ഹോർമോണൽ ചേഞ്ചസ്, എന്ത് എല്ലിന് തേയ്മാനം ഉണ്ടാക്കുന്ന അസുഖങ്ങളുള്ളവർക്ക് നമ്മളത് നോക്കിയിട്ടേ ചെയ്യുള്ളൂ. അപ്പം ഇതെല്ലാം റൂൾ ഔട്ട് ചെയ്ത് വേറെ സിസ്റ്റമിക് ഇഷ്യൂസ് ഒന്നുമില്ല, പ്ലസ് ആവശ്യത്തിന് ബോൺ ഉണ്ട് എങ്കിൽ നമുക്ക് ഏത് ഏജിലും ഇംപ്ലാന്റ് എന്നുള്ള രീതിയിൽ പല്ല് വെക്കാൻ പറ്റും. അപ്പോൾ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള പല്ല് കിട്ടുകയാണ്. നമുക്കറിയാമല്ലോ, സാധാരണ പല്ല് സെറ്റ് വെച്ച് കഴിഞ്ഞാൽ ഫുൾ സെറ്റ് പല്ല് വെക്കുമ്പോൾ അത് മേലെണ്ണാക്ക് ഫുൾ കവർ ചെയ്തിരിക്കും. ഈ പേഷ്യൻറ്റിന് അതിന് ടേസ്റ്റ് ഒന്നും അറിയില്ല. സംസാരിക്കുമ്പോൾ നാക്കും അതുമായിട്ടൊന്ന് ചേർന്ന് വരണം. അതുമായിട്ടൊന്ന് ശീലമായി കഴിഞ്ഞാൽ ശരിയായിക്കോളും. പക്ഷേ ഇനിഷ്യലി ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ പല പേഷ്യൻസും കംപ്ലയിൻറ്റ് ചെയ്യുന്ന ആഹാരം കഴിക്കുമ്പോൾ ഒരു സ്വാദില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനെല്ലാം ഒരു പരിധി വരെ ഈ ഇംപ്ലാന്റ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വന്തം പല്ല് പോലെ തന്നെ ഒരു 80% നമുക്ക് കിട്ടും. ഇപ്പം നമ്മൾ ഫിക്സ്ഡ് ആയിട്ട് വെക്കുന്നു പറഞ്ഞില്ലേ, അത് ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ പേഷ്യൻസ്? അതായത് നമുക്കിപ്പോൾ ഒരു പേഷ്യൻ്റ് വന്നിട്ട്, ഇപ്പോൾ പല പേഷ്യൻസും അവർക്ക് തന്നെ ഈ ചികിത്സാ രീതികളെ പറ്റിയൊക്കെ നല്ലൊരു ധാരണയുണ്ട്. അപ്പോൾ അവർ തന്നെ പറയും നമുക്ക് ഫിക്സ്ഡ് ആയിട്ടുള്ള പല്ല് വേണം, അതിന് ഈവൻ ഇംപ്ലാന്റ് തന്നെ ഓപ്റ്റ് ചെയ്ത് വരുന്ന ഒരുപാട് പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് എല്ലിൻ്റെ കട്ടിയുണ്ടോ. ഇപ്പം എല്ലായിടത്തും സുലഭമായിട്ടുള്ളതാണ് CBCT, അതായത് നമ്മളുടെ എല്ലിൻ്റെ കട്ടിയും എത്രത്തോളം ഹൈറ്റ് ഉണ്ട്, വിഡ്ത്ത് ഉണ്ട്, അതെല്ലാം നമുക്ക് ഈ CBCT വെച്ച് അസസ് ചെയ്യാം. അത് വെച്ചിട്ടാണ് നമ്മൾ ഇംപ്ലാന്റ്സ് ഓർഡർ ചെയ്യുന്നത്. ആ CBCT പോലെ തന്നെ എല്ലിപ്പോൾ ആവശ്യത്തിനുണ്ട് എങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ മറ്റ് അസുഖങ്ങളൊന്നും ഇല്ല എന്നുള്ളത് റൂൾ ഔട്ട് ചെയ്യുക. ഇപ്പം ഡയബറ്റീസ് ഒക്കെ നമ്മൾ HbA1c വാല്യൂ നോക്കി ഡയബറ്റീസ് കൺട്രോളിലാണ് എങ്കിൽ ഇംപ്ലാന്റ് ചെയ്യുന്നതിന് പ്രശ്നമില്ല. അതുപോലെ ബാക്കി എല്ലിന് തേയ്മാനം വരുന്ന അസുഖങ്ങളൊന്നുമില്ല. ഏത് ഏജിലായാലും ഇങ്ങനെ മറ്റ് അസുഖങ്ങളും നോക്കുക, പ്ലസ് ആവശ്യത്തിന് എല്ലും ഉണ്ട് എങ്കിൽ നമുക്ക് ഇംപ്ലാന്റ്സ് വെച്ച് നല്ല രീതിയിൽ തന്നെ ഫിക്സ്ഡ് ആയിട്ട് പല്ല് വെക്കാം. ഇപ്പം നമ്മൾ ഇംപ്ലാന്റ് ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. ഇതിൽ എന്തൊക്കെ സ്റ്റേജസ് ഉണ്ട്? അത് ഒരു ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുമോ ഇംപ്ലാന്റ് എന്നുള്ളത്? അതെങ്ങനെ അത് ചെയ്യണം എന്നൊന്ന് പറയാമോ?
അതായത് ഇംപ്ലാന്റ്സ് വെച്ച് ചെയ്യുന്ന 2 രീതിയിൽ ചെയ്യാം. നമുക്ക് ഇമ്മീഡിയറ്റ് ലോഡിങ്, അതായത് ആവശ്യത്തിന് എല്ലിന് കട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ നമുക്ക് ഇംപ്ലാന്റ് വെച്ചിട്ട് അധികം ഡിലേ ഇല്ലാണ്ട് തന്നെ പല്ലിൻ്റെ പോർഷൻ വെക്കുന്ന ഒരു രീതിയുണ്ട്. പക്ഷേ എല്ലിൻ്റെ ഇപ്പോൾ ഇത് ക്വാളിറ്റി അത്ര നല്ലതല്ല എങ്കിൽ നമുക്ക് ഡിലേഡ് ലോഡിങ്, അതായത് കുറച്ച് ഒരു 3 മാസം എടുക്കും മിനിമം ഇംപ്ലാന്റ് സെല്ലുമായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ 3 മാസം കഴിഞ്ഞിട്ട് പല്ലിൻ്റെ പോർഷൻ വെക്കുക. പക്ഷേ ഇമ്മീഡിയറ്റ് ലോഡിങ് എസ്പെഷ്യലി ഫ്രണ്ടിലെ പല്ലൊക്കെ ആണ് എങ്കിൽ ആവശ്യത്തിന് എല്ലിന് ഉറപ്പുണ്ട്. പിന്നെ നമുക്ക് ഈ ഇംപ്ലാന്റ്സ് വെക്കുമ്പം തന്നെ അറിയാം ആവശ്യത്തിന് പ്രൈമറി സ്റ്റെബിലിറ്റി, അതായത് നല്ല ഉറപ്പ് കിട്ടുന്നുണ്ട് എങ്കിൽ ഇപ്പോൾ അത് അസസ് ചെയ്യാനും നമുക്ക് വെക്കുമ്പം തന്നെ അതിൻ്റെ ടോർക്ക് വാല്യൂ ഒക്കെ അറിയാം എത്രത്തോളം ഉണ്ട്, ഇംപ്ലാന്റിൻ്റെ സ്റ്റേബിൾ ആണോ എന്നുള്ളത്. അപ്പോൾ നല്ല ഉറപ്പായിട്ട് തന്നെ ഇംപ്ലാന്റ് വെച്ചിട്ടുണ്ട് എങ്കിൽ നമുക്ക് ഈ ഇമ്മീഡിയറ്റ് ലോഡിങ്ങിലോട്ട് പോകാവുന്നതാണ്. എസ്പെഷ്യലി ഫ്രണ്ടിലെ പല്ലാവുമ്പം ചവയ്ക്കുന്ന അധികം ബലമൊന്നും വരുന്നില്ല. പിന്നെ പല പേഷ്യൻസും ഫ്രണ്ടിലെ പല്ലിനൊക്കെയാണ് നമ്മൾ വരുന്ന വേഗം പല്ല് വെച്ച് കിട്ടുമോ എന്നുള്ളൊരു ചോദ്യം വരുന്നത്. ബാക്കിലാണെങ്കിൽ നമുക്ക് ചവയ്ക്കുന്ന ഫോഴ്സ് അതൊക്കെ വരുമ്പോഴേക്കും നമുക്ക് കഴിവതും ഡിലേഡ് ലോഡിങ്, അതായത് ഈ 3 മാസം കഴിഞ്ഞ് ഇംപ്ലാന്റ്സ് നല്ല രീതിയിൽ എല്ലുമായിട്ട് പിടിച്ചതിന് ശേഷം പല്ല് വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഈ ഒരു 3 months വെയിറ്റിംഗ് പീരീഡ് ഉണ്ട് അങ്ങനെ വരുമ്പം. മറ്റേന്ന് വെച്ചാൽ ഉടൻ തന്നെ വെക്കാം, പക്ഷേ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇമ്മീഡിയറ്റ് ലോഡിങ് നമ്മൾ അതേ ദിവസം തന്നെ വെക്കോ? അതേ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇതെല്ലാം അവൈലബിൾ ആണ്. അന്ന് തന്നെ അബട്ട്മെന്റ്സ് എന്ന് പറയാം, പല്ല് അറ്റാച്ച് ചെയ്യുന്ന സാധനം, അത് വെച്ചിട്ട് നമുക്ക് വെക്കാവുന്നതാണ്. അതിന് പ്രശ്നമില്ല. ചിലപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വിത്തിൻ 1 week വെക്കുന്ന രീതിയും ഉണ്ട്. അത് ആ എല്ലിൻ്റെ ഉറപ്പനുസരിച്ച് നമുക്കത് ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ഏത് ഓപ്റ്റ് ചെയ്യണമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫ്രണ്ടിലെ പല്ല് തന്നെയാണ്, പക്ഷെ അവർ വെയിറ്റ് ചെയ്യാൻ റെഡി ആണെങ്കിൽ എപ്പോഴും ഡിലേഡ് ലോഡിംഗ് ആണോ നല്ലതാവും? അതെ, അതായത് എല്ലുമായിട്ട് പിടിച്ചു കംപ്ലീറ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കത് ഉറപ്പുണ്ടല്ലോ, ഇപ്പോൾ 100% ഇംപ്ലാന്റ് സക്സസ്ഫുൾ ആണ്. പിന്നെ അത് കഴിഞ്ഞ് പല്ലിൻ്റെ പോർഷൻ വെക്കുകയാണെങ്കിൽ നമുക്കത് ഉറപ്പായിട്ട് ഒരു സക്സസ്ഫുൾ ആയിട്ട് പറയാം. പിന്നെ ചില പേഷ്യൻസിന് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംപ്ലാന്റ്സ് വെച്ചിട്ട് ടെമ്പററി ആയിട്ട് ഒരു റിമൂവബിൾ ടീത്ത് കൊടുക്കുക. അപ്പോൾ അവർക്കത് പല്ലില്ലാതിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകണ്ട. പിന്നെ അത് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ് വൺസ് ഇംപ്ലാന്റ് നന്നായിട്ട് എല്ലുമായിട്ട് പിടിച്ചതിന് ശേഷം പല്ലിൻ്റെ പോർഷൻ വെക്കാം. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പം നമ്മൾ ഈ ഇംപ്ലാന്റിന് വേണ്ടിയിട്ടുള്ള സ്ക്രൂ എന്തോ അല്ലേ ബോണിലേക്ക് വെക്കുക, അത് വെച്ചിട്ട് ഇപ്പോൾ അവർക്ക് കുറച്ച് താമസിച്ചു എന്ന് വിചാരിക്കുക, അവർക്ക് വരാൻ പറ്റിയില്ല, ഇപ്പോൾ 3 months വരാൻ പറ്റിയില്ല, ചിലപ്പോൾ 1 year അങ്ങനെ എന്തെങ്കിലും എടുത്തു, അങ്ങനെയുള്ള കണ്ടീഷനിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവുമോ പേഷ്യൻസിന്? സാധാരണഗതിയിൽ അങ്ങനെ വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ല. കാരണം പല പേഷ്യൻസും നമുക്കിപ്പോൾ ഇവിടെയുള്ളതാണെങ്കിലും ഈ അറബി പേഷ്യൻസ് ഉണ്ട്, അതുപോലെ തന്നെ പുറത്തൊക്കെ വർക്ക് ചെയ്യുന്ന പേഷ്യൻസ് ആണെങ്കിലും 6 മാസം 1 വർഷം കഴിഞ്ഞൊക്കെ വരുന്നുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ അങ്ങനെ പ്രശ്നം വരാറില്ല. പക്ഷേ കുറേ കാലം നമ്മളൊരു വസ്തു ഉപയോഗിക്കാതിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ഉപയോഗം ഇല്ലാണ്ടാവും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ അധികം വെയിറ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നമ്മളെപ്പോഴും പറയുന്ന ഒരു 3 to 6 months ഇടയ്ക്ക് തന്നെ വന്നിട്ട് പല്ലിൻ്റെ പോർഷൻ വെക്കുന്നത് തന്നെയാണ് നല്ലത്. അതല്ല തീരെ പറ്റാത്ത പേഷ്യൻസിന് 1 year ഒക്കെ കഴിഞ്ഞ് വെക്കുന്നുണ്ട്. സാധാരണ അങ്ങനെ വലിയ ഇഷ്യൂസ് ഒന്നും കാണാറില്ല. പക്ഷേ ഒരുപാട് കാലം നമ്മളത് ലോഡ് ചെയ്യാതിരുന്നാലും അതൊരു പ്രയോജനമില്ലാത്ത രീതിയിലോട്ട് പോകും. ഇപ്പൊ നമ്മൾ 1-2 പല്ലിന്റെ കാര്യം പറഞ്ഞു. ഇപ്പൊ നമ്മൾ ഫുൾ സെറ്റ് ഉപയോഗിക്കുന്ന ആളുകളില്ലേ, കുറച്ച് അവർക്ക് മുഴുവനായിട്ട് നമുക്ക് ഇംപ്ലാന്റ് ചെയ്തെടുക്കാൻ പറ്റുമോ? അതെ, മൊത്തം പല്ല് വെക്കുന്നതിന് ഇപ്പോൾ ഒരുപാട് പേഷ്യൻസ് ഓപ്റ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞ ഇംപ്ലാന്റ്സ് ഉപയോഗിച്ചിട്ടാണ്. അതായത് പല കൺസെപ്റ്റ് ഉണ്ട്. അതായത് ഇപ്പോൾ എല്ലിൻ്റെയൊക്കെ ഹൈറ്റൊക്കെ വളരെ കുറവാണ്, നമ്മൾ കേട്ടിട്ടുണ്ടാകും റിസോർബ്ഡ് ബോൺ, എല്ല് തേയ്മാനമുള്ള ബോൺ, അങ്ങനെയൊക്കെയുള്ള കേസിലൊക്കെയാണെങ്കിൽ നമുക്ക് കുറഞ്ഞ നമ്പർ ഓഫ് ഇംപ്ലാന്റ് വെച്ചിട്ട് നല്ല രീതിയിൽ അത് പ്ലാൻ ചെയ്ത് ഫുൾ സെറ്റ് പല്ല് വെക്കാം. ഈ ഓൾ ഓൺ 4, അതായത് 4 ഇംപ്ലാന്റ് വെക്കുക. പക്ഷേ അതിൻ്റെ ആംഗുലേഷനും കാര്യങ്ങളൊക്കെ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഫുൾ സെറ്റ് പല്ല് വെക്കുന്നുണ്ട്. അതല്ല ആവശ്യത്തിന് എല്ലിൻ്റെ ഉറപ്പുണ്ട് എങ്കിൽ നമുക്ക് 6 ഇംപ്ലാന്റ് അല്ലെങ്കിൽ 8 ഇംപ്ലാന്റ് ഓരോ താടിയെല്ലിലും വെച്ചിട്ട് ഫുൾ മൗത്ത് നമുക്ക് റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഈ രീതിയിൽ ഇപ്പോൾ സാധാരണമായിട്ട് എല്ലാവരും ചെയ്തു വരുന്നൊരു ചികിത്സാ രീതിയാണ് ഇംപ്ലാന്റ്സ് വെച്ചിട്ട് ഫുള്ളായിട്ട് പല്ല് വെക്കുക എന്നുള്ളത്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ മറ്റു കാര്യങ്ങളും ശ്രദ്ധിക്കണം, മറ്റ് അസുഖങ്ങൾ, ഡയബറ്റിസ്, ഇതെല്ലാം. പിന്നെ പല്ല് വെച്ചതിന് ശേഷമാണെങ്കിലും ഇത് ക്ലീനിങ്, അത് മെയിൻ്റനൻസ് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. കാരണം ഇതിൻ്റെ ഇടയ്ക്കൊന്നും ഫുഡ് പാർട്ടിക്കിൾസ് ഒന്നും കയറാതെ നമ്മൾ അതിനനുസരിച്ചുള്ള ഇൻസ്ട്രക്ഷൻസ് എല്ലാം കൊടുക്കാറുണ്ട്. അതായത് വാട്ടർ ജെറ്റ്, അതിൽ ഓരോ ഇൻ്റർഡെൻ്റൽ എയ്ഡ്സ് ഉപയോഗിച്ച് അതെല്ലാം നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് വെക്കുക. ഒരു മെയിൻ്റനൻസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ വയസ്സായവരാകുമ്പോഴേ അവർക്ക് അത് ബ്രേക്ക് ആയി പോവുക, അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ചിലപ്പോൾ ഉണ്ടാവില്ലേ നമ്മൾ ഫിക്സ്ഡ് ആക്കിയിട്ട് വെക്കുമ്പോൾ? അതായത് ഇതിന് ഏതൊരു കാര്യത്തിനും കോംപ്ലിക്കേഷൻസ് ഉള്ളതുപോലെ ഇതിനും ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കാനാണെങ്കിൽ പല രീതിയിൽ സ്ക്രൂ ബ്രേക്കേജ് ഉണ്ട്, അത് തന്നെയല്ലേ പല്ല് വെക്കുന്ന പ്രോസസ്സസ് ബ്രേക്കേജ് ഉണ്ട്. പക്ഷേ നമ്മൾ സാധാരണ നല്ല രീതിയിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ബൈറ്റ്, നമ്മൾ ഈ ഒക്ലൂഷൻ എന്ന് പറയും, ഈ കടിയൊക്കെ പ്രോപ്പറായിട്ട് കൊടുക്കുകയാണ്, ആവശ്യത്തിന് എല്ലിൻ്റെ ഉറപ്പുണ്ട്, കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ടാണെങ്കിൽ വലിയ രീതിയിൽ ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ ഏതൊരു കാര്യത്തിന്, ഏതൊരു ചികിത്സയ്ക്കുമുള്ള കോംപ്ലിക്കേഷൻസ് പോലെ ഇതിനും പല രീതിയിലുള്ള കോംപ്ലിക്കേഷൻ ഉണ്ട്. അതെല്ലാം മാക്സിമം നമ്മൾ റൂൾ ഔട്ട് ചെയ്തിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാത്ത രീതിയിൽ നമ്മൾ ഇനിഷ്യൽ പ്ലാനിങ് തന്നെ ആ രീതിയിൽ ചെയ്യണം.
ചെയ്യണം. അല്ലാതെ എല്ലാ പേഷ്യൻസും ഇപ്പം ഫുൾ സെറ്റ് പല്ല് വെക്കാൻ വരുന്നവർക്ക് നമ്മൾ ഇംപ്ലാന്റ് എന്നുള്ള രീതിയിലൊരു ഓപ്ഷൻ ഒന്നും കൊടുക്കണ്ട. കാരണം ഇത് പറ്റാത്ത ധാരാളം കേസുകളുണ്ട്. അപ്പം നമ്മളെ എല്ലിൻ്റെ ക്വാളിറ്റി, മറ്റ് അസുഖങ്ങളുടെ കാര്യങ്ങൾ ഇതെല്ലാം നോക്കിയതിന് ശേഷമേ അങ്ങനെ ഒരു ചികിത്സയിലേക്ക് പോകാവുള്ളൂ. അല്ലാണ്ട് നമ്മൾ വരുമ്പോഴേ ഇതൊരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എന്നുള്ള രീതിയിലേക്ക് ഒരിക്കലും പോകരുത്. ഇതിന്റെ കോസ്റ്റ് ഒക്കെ എങ്ങനെയാ? അത് എനിക്ക് തോന്നുന്നു ആദ്യം അറിഞ്ഞു തുടങ്ങിയ സമയത്ത് കുറച്ച് കൂടുതലായിരുന്നു. ഇപ്പൊ അതിന്റെ അവസ്ഥയൊക്കെ എങ്ങനെയാ? എന്ന് വെച്ചാൽ ആദ്യം എന്ന് വെച്ചാൽ നല്ല എക്സ്പെൻസീവ് ആയിരുന്നു. നമുക്ക് സാധാരണ ഒരാൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരുന്നു ഒരു ഇംപ്ലാന്റിൻ്റെ കോസ്റ്റ് തന്നെ. പക്ഷേ ഇപ്പോൾ ഒരുപാട് കമ്പനീസ് അവൈലബിൾ ആണ്. വളരെ ചീപ്പർ ഓപ്ഷൻസ്, അതായത് പല കൺട്രീസിൽ നിന്നുള്ള ഇംപ്ലാന്റ്സ് അവൈലബിൾ ആണ്. മെയിനായിട്ട് ഈ ഇംപ്ലാന്റിൻ്റെ കോസ്റ്റ് എന്ന് വെച്ചാൽ ഈ ടൈറ്റാനിയം ഇംപ്ലാന്റ്, പിന്നെ അതിൻ്റെ സർഫസ് ട്രീറ്റ്മെൻറ്റ്, അതായത് എല്ലുമായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് പലതരം സർഫസ് കോട്ടിംഗ് ഒക്കെ ചെയ്യും. അപ്പോൾ അതിനുള്ള എക്സ്പെൻസ് അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷേ ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം ഒരു ചീപ്പർ ഓപ്ഷനിലോട്ട്. പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 15,000 രൂപയിൽ താഴെയൊന്നൊരു ഇംപ്ലാന്റിൻ്റെ വില, ഇംപ്ലാന്റിൻ്റെ മാത്രം മെറ്റീരിയൽ കോസ്റ്റാണ് ഞാൻ പറയുന്നത്, അത് നമുക്ക് പറ്റില്ലായിരുന്നു. ഇപ്പോൾ ആ സ്ഥാനത്ത് ഒരു 5,000 രൂപ 4,000 രൂപ വരെ മെറ്റീരിയൽ കോസ്റ്റ്, പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രൊസീജിയർ കോസ്റ്റ്, പിന്നെ നമ്മളുടെ ആ പല്ല് വെക്കുന്ന സെറാമിക്കാണ് അതിൻ്റെ കോസ്റ്റ്, ആ കോസ്റ്റ് സെപ്പറേറ്റാണ് വരുന്നത്. പക്ഷേ ഏതൊരു സാധാരണക്കാരനും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ കോസ്റ്റിൻ്റെ കാര്യങ്ങൾ. ഓക്കെ, ഇപ്പൊ നമ്മൾ ഈ ഇംപ്ലാന്റ് വെച്ച് കഴിഞ്ഞാലേ വിസിറ്റുകൾ പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ 6 മാസത്തിലൊരിക്കലും പൊതുവേ നമ്മൾ ഡെന്റിസ്റ്റിനെ കാണണമെന്ന് പറയും. അതല്ലാതെ ഇപ്പൊ ഇംപ്ലാന്റ് യൂസ് ചെയ്യുന്നവർക്ക് സ്പെഷ്യലായിട്ട് ഒരു വിസിറ്റ് എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ ആസ് യൂഷ്വൽ എല്ലാവരോടും ഒരു ഇനിഷ്യൽ പീരീഡിൽ ഓരോ അപ്പോയിൻമെൻറ്റ് അനുസരിച്ചിട്ട്, അതായത് നമ്മൾ ഇംപ്ലാന്റ് കഴിഞ്ഞിട്ട് ഹീലിംഗ് അബട്ട്മെൻറ്റ്, ആ ഗമ്മിൻ്റെ ഷേപ്പ് ഫോം ചെയ്തു, പിന്നെ പല്ല് വെച്ചു, അതിനുള്ള ഡെൻ്റൽ നോർമൽ അപ്പോയിൻമെൻറ്റ്സ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എവറി ഒരു 3 months അല്ലെങ്കിൽ 6 months നമ്മൾ ഡെഫിനറ്റായിട്ട് ഒരു ഡെൻറ്റിസ്റ്റിനെ കാണിക്കണം. കാരണം ഇതിനകത്ത് മെയിൻ വരാൻ പറ്റുന്നൊരു കോംപ്ലിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലിന് തേയ്മാനം ഉണ്ടാകുക, അതായത് ഇംപ്ലാന്റിൻ്റെ ബോൺ റിസോർബ് ചെയ്യുക. അപ്പോൾ അങ്ങനെ വന്നാൽ എന്താ പറ്റുക, നമ്മൾ ഈ ഇംപ്ലാന്റ് എല്ലിനുള്ളിലാണ് വെച്ചിരിക്കുന്നത്, ആ ബോൺ റിസോർബ് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഇംപ്ലാന്റ് ഫെയിൽ ആവാനുള്ള സാധ്യത കൂടുതലുണ്ട്. അപ്പം നമ്മൾ എപ്പോഴും ഇടയ്ക്ക് ഒരു അറ്റ്ലീസ്റ്റ് 1 in 6 months ഡെൻറ്റിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക. ഇംപ്ലാന്റ് ആ ഏരിയ ക്ലീൻ ആണോ, ബാക്കി എല്ലാ ഭാഗം അതിന് ചുറ്റുമുള്ള ദശ, സോഫ്റ്റ് ടിഷ്യൂ നല്ല ഇൻടാക്റ്റ് ആയിട്ടാണോ ഇരിക്കുന്നത്, അതെല്ലാം നോക്കിയിട്ടേ നമ്മൾ പ്രൊസീഡ് ചെയ്യാവുള്ളൂ. അതല്ല എങ്കിൽ പലപ്പോഴും കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലിൻ്റെ തേയ്മാനം, ബോൺ റിസോർപ്ഷൻ വന്നിട്ടാണ് പലപ്പോഴും ഇംപ്ലാന്റ് ഫെയിൽ ആവുന്നത്. പിന്നെ വേറെ കാരണങ്ങളും ഉണ്ട് ഇംപ്ലാന്റ് ഫെയിൽ ആവാൻ, എന്നാലും കോമൺ ആയിട്ട് കാണുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മെയിൻ്റനൻസ്, ക്ലീനിങ് ആസ്പെക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ പല്ലൊക്കെ ഇത്തിൾ പിടിക്കുക എന്ന് പറയില്ലേ, അതേപോലെ ഇതിന് ചുറ്റും പ്ലാക്ക് അത് അക്യുമുലേറ്റ് ചെയ്തിരുന്ന് അതനുസരിച്ചിട്ടുള്ള ഇൻഫ്ലമേഷൻ വന്നു, പിന്നെ ഇൻഫെക്ഷൻ വന്നു, അങ്ങനെ അങ്ങനെ പോകാനുള്ള സാധ്യത ഒരുപാടാണ്. അപ്പോൾ നമ്മൾ കെയർ ചെയ്യുന്നത് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പൊ നമ്മൾ പ്രോസ്റ്റഡോണ്ടിക്സിന്റെ പല്ല് വെക്കുന്ന രീതികളെ പറ്റിയിട്ടല്ലേ പറഞ്ഞത്? ഇത് മാത്രമാണോ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലുള്ളത്? ഇപ്പൊ പ്രോസ്തസിസ് എന്ന് മാം പറയുന്നുണ്ടല്ലേ മുഖത്തിന്റെ? ഈ മാക്സിലോഫേഷ്യൽ പ്രോസ്റ്റഡോണ്ടിക്സ് എന്ന് പറഞ്ഞ്, അതായത് മെയിൻലി നമുക്ക് വരുന്ന ധാരാളം പേഷ്യൻസ് ഈ ക്യാൻസർ ബാധിച്ച് മുഖഭാഗങ്ങൾ നഷ്ടപ്പെട്ട പേഷ്യൻസ് ഉണ്ട്. ക്യാൻസർ മാത്രമല്ല, പൊള്ളലേറ്റിട്ട് അതുപോലെ എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചിട്ട് അങ്ങനെ പല രീതിയിൽ ഈ മുഖഭാഗങ്ങൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് ആർട്ടിഫിഷ്യലായിട്ട് വെക്കുന്ന ആ ഒരു പ്രോസ്തസിസ്, ആ പാർട്ടും ഈ പറഞ്ഞ പ്രോസ്റ്റഡോണ്ടിക്സ് എന്ന ഡിപ്പാർട്ട്മെൻറ്റിലാണ് ചെയ്യുന്നത്. അതുതന്നെ നമുക്ക് രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാൻ പറ്റും. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ വായുടെ ഉള്ളിൽ ഇൻട്രാ ഓറൽ പ്രോസ്തസിസ് ഒന്ന്, പിന്നെ എക്സ്ട്രാ ഓറൽ, അതായത് മൂക്ക്, കണ്ണ്, ചെവി, അങ്ങനെയുള്ള. ഇപ്പം ഈവൻ കുട്ടികൾക്കൊക്കെ തന്നെയാണെങ്കിലും പല അസുഖങ്ങൾ, കണ്ണൊക്കെ മാറ്റി വെക്കുന്നുണ്ട്, അതിന് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് കണ്ണ് കൊടുക്കുക. അങ്ങനെയുള്ള പലതരം പ്രോസ്തസിസ് എല്ലാം ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടറിലാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഭാഗങ്ങളൊക്കെ വെക്കുമ്പോഴേ എങ്ങനെയാണ് നമ്മളിത് തീരുമാനിക്കുന്നത്? അതായത് മുഖഭാഗങ്ങൾ നിൽക്കുമ്പോൾ ഇപ്പോൾ സാധാരണ ഒരു ക്യാൻസർ ബാധിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും പൊള്ളലേറ്റോ അങ്ങനെ ഒരു ഭാഗം മുഖത്തിൻ്റെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ 2 രീതിയിലാണ് ചികിത്സിക്കുന്നത്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ റീകൺസ്ട്രക്ഷൻ, അതായത് സർജറി മുഖാന്തരം തന്നെ നമുക്ക് ബോൺ അല്ലെങ്കിൽ അവിടുത്തെ സോഫ്റ്റ് ടിഷ്യൂ അത് റീകൺസ്ട്രക്ട് ചെയ്യും. അത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഹെഡ് ആൻഡ് നെക്ക് സർജൻ, ഒരു മൈക്രോവാസ്കുലർ സർജനാണ് അത് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ചില മുഖഭാഗങ്ങളൊക്കെ ഉണ്ട്, ഇപ്പോൾ ഒരുപാട് പോയതാണ്, ഒരു വൈഡ് എക്സ്റ്റെൻസീവ് ആയിട്ടുള്ളൊരു ട്യൂമറാണ്, അത് കംപ്ലീറ്റ് റിമൂവ് ചെയ്തു, അങ്ങനെയൊക്കെയുള്ള കേസിൽ കൃത്രിമമായിട്ടുള്ള പ്രോസ്തസിസ് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ അപ്പം മുഖത്തിൻ്റെ ഇതാണ് ഒന്നുകിൽ നമ്മൾ അക്രിലിക്കിൽ അല്ലെങ്കിൽ സിലിക്കൺ എന്ന മെറ്റീരിയൽ, അന്നേരമാണ് നമ്മൾ ഈ ആർട്ടിഫിഷ്യലായിട്ടുള്ള മുഖഭാഗങ്ങൾ കൊടുക്കുന്നത്. പിന്നെ അതിനകത്ത് ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ അത് അത്ര ഈസി അല്ല ചെയ്തെടുക്കാൻ. കാരണം നമ്മൾ കൈകൊണ്ട് തന്നെ അതിൻ്റെ അതേ വാക്സ് പാറ്റേൺ, അതായത് നമ്മൾ സ്കൾപ്റ്റ് ചെയ്തെടുത്തിട്ട് പിന്നെയാണ് അത് സിലിക്കണിലോട്ട് മാറ്റുന്നത്. പക്ഷെ ഇപ്പം നമുക്ക് നൂതനമായിട്ടുള്ള ക്യാറ്റ് ക്യാമൊക്കെ ഉപയോഗിച്ചിട്ട് ആർട്ടിഫിഷ്യലായിട്ട് ഇത് പ്രിൻറ്റ് ചെയ്തെടുക്കുന്ന രീതിയൊക്കെ ഉണ്ട്. അത് പക്ഷേ എല്ലായിടത്തും അത്ര അവൈലബിൾ അല്ല, പക്ഷെ അതും പോസിബിൾ ആണ്. പല പല പോസിബിലിറ്റീസ് ആണ് അതിനകത്ത്. അത് എക്സ്പെൻസീവ് ആണോ? അപ്പോൾ ഈ ക്യാറ്റ് ക്യാമൊക്കെ യൂസ് ചെയ്ത്
ഒരു പരിധി വരെ ഈ CAD ക്യാം ഉപയോഗിച്ച് നമ്മൾ പ്രിൻറ്റ് ചെയ്തെടുക്കുന്നതൊക്കെ എക്സ്പെൻസീവാണ്. നമുക്കിപ്പോൾ അമൃതയിലൊക്കെ നമുക്ക് 3D ലാബുണ്ട്, നമ്മൾ ഇവിടെ തന്നെ പ്രിൻറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഫുൾ പ്രോസസ്സസ് അതുപോലെ തന്നെ പ്രിൻറ്റ് ചെയ്തെടുക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷേ അതിനുള്ള ഇനിഷ്യൽ പ്ലാനിങ്ങും പിന്നെ അതുപോലത്തെ മോൾഡ്, ആ പ്രോസസ്സസ് ചെയ്തെടുക്കുന്ന മോൾഡ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഈവൻ പ്രോസസ്സസും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും സിലിക്കൺ. പിന്നെ വായുടെ ഉള്ളിലാണെങ്കിൽ ഇതുപോലെ തന്നെ മേൽത്താടിയും കീഴ്ത്താടിയും എല്ലാം നഷ്ടപ്പെട്ട ആൾക്കാർക്ക് അത് നമ്മൾ റീകൺസ്ട്രക്റ്റ് ചെയ്യുക. അതായത് സർജറി മുഖാന്തരം കാലിലെ എല്ല് അല്ലെങ്കിൽ സോഫ്റ്റ് ടിഷ്യൂ അത് ചെയ്തു. അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ പറഞ്ഞ പല്ല് വെക്കുക, ആ എല്ലിലേക്ക് പല്ല് വെക്കുക എന്ന് വെച്ചാൽ കാലിൻ്റെ എല്ലാണ് എടുക്കുന്നത്. നമ്മുടെ താടിയെല്ലിന് പകരമായിട്ട് ഫിബുല എന്ന് പറയും. അപ്പോൾ അതിൽ വെക്കുന്നതിനും ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. സാധാരണ എല്ല് പോലുള്ള ഹൈറ്റ് കിട്ടില്ല, അപ്പോൾ അവിടെ ഹൈറ്റ് കുറവായിരിക്കും. അപ്പോൾ അതനുസരിച്ച് പല രീതിയിൽ പ്ലാൻ ചെയ്യാനുണ്ട്. ഈ ഒരു പ്ലാനിങ് പാർട്ടിലും ഈ പറഞ്ഞിപ്പം വിർച്വൽ പ്ലാനിങ്, അതായത് നമ്മുടെ ഈ CAD ക്യാം ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ പ്ലാനിങ് വരെ ചെയ്യുന്നത്. അതുകൊണ്ട് പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ക്യാൻസർ ബാധിച്ച ഒരു പേഷ്യൻറ്റിന് ഒരു മുഖഭാഗങ്ങൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് അത്രയും റിമൂവ് ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പം പക്ഷേ അതല്ല, അതിൻ്റെ ഒരു റീഹാബിലിറ്റേഷൻ അതാണിപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം ഒരു ഫങ്ഷണൽ റീഹാബിലിറ്റേഷൻ, അവർക്ക് ആ ഒരു പഴയ രീതിയിലോട്ട് എങ്ങനെ മാറാൻ പറ്റും, ആ ഒരു രീതിയാണ് ഇപ്പോൾ മെയിനായിട്ട് നോക്കുന്നത്. ഇപ്പോൾ ഈ ക്യാൻസർ കാരണേ നമ്മളുടെ താടിയെല്ലോ അങ്ങനെ എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ അതെങ്ങനെയാണ് നമ്മൾ നോർമലാക്കി മാറ്റണത്? ഇപ്പം നേരത്തേക്കെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ താടിയെല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ ക്യാൻസർ ബാധിച്ച് അവയവം അന്ന് കംപ്ലീറ്റ് കട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഇപ്പോൾ പക്ഷേ അങ്ങനെയല്ല, അത് തിരിച്ച് റീകൺസ്ട്രക്റ്റ് ചെയ്യുക. അതായത് അതിനും ഓരോ ഇൻഡിക്കേഷൻസ് ഉണ്ട്. അതായത് ക്യാൻസർ ബാധിച്ച ഭാഗങ്ങൾ മാറ്റുമ്പം തന്നെ അതിന് റേഡിയേഷൻ വേണോ, കീമോ വേണോ, അതോ സർജറി മാത്രം മതിയോ, ഇതെല്ലാം ഡിസൈഡ് ചെയ്യുന്ന ഒരു ഹെഡ് ആൻഡ് നെക്ക് സർജനാണ്. പിന്നെ നമുക്കൊരു ട്യൂമർ ബോർഡ് മീറ്റിംഗ് ഉണ്ട്, അതിൽ സർജൻ പിന്നെ ഈ പറഞ്ഞ റേഡിയേഷൻ ഓങ്കോളജിസ്റ്റ് അവരെല്ലാം ഉൾപ്പെടുന്ന ആ ഒരു മീറ്റിങ്ങിലാണ് തീരുമാനം എടുക്കുന്നത്, അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുന്നത്. പിന്നെ നമ്മളിപ്പം താടിയിൽ റീകൺസ്ട്രക്റ്റ് ചെയ്യുമ്പം നമുക്ക് അൾട്ടിമേറ്റ്ലി നമ്മൾ എയിം ചെയ്യുന്ന എന്താണ്, പല്ല് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു രീതി അനുസരിച്ച് ഒരു പ്രോസ്തെറ്റിക് ബേസ്ഡ് അല്ലെങ്കിൽ ഒരു പ്രോസ്തസിസ് ബേസ്ഡ് ഒരു റീകൺസ്ട്രക്ഷൻ എന്ന് തന്നെ പറയാൻ പറ്റും. അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മളൊരു റീകൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ പല്ലിന് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പം ആ പല്ലിൻ്റെ പൊസിഷൻ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇംപ്ലാന്റ്സ് പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഇംപ്ലാന്റ് നേരത്തെ പറഞ്ഞതുപോലെ സാധാരണ താടിയെല്ല് നമ്മൾ ധാരാളം പല്ല് വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ റീകൺസ്ട്രക്റ്റ് ചെയ്ത കേസുകളിലും ഇംപ്ലാന്റ് വെച്ചിട്ടാണ് പല്ല് വെക്കുന്നത്. കാരണം കാലിലെ എല്ലാണ് എടുക്കുന്നത്, അപ്പോൾ അതിനാവശ്യത്തിന് ഹൈറ്റ് ഉണ്ടാവില്ല. അപ്പോൾ ആ ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് അതിനനുസരിച്ചുള്ള പല്ല് സെറ്റ് നമ്മൾ പ്ലാൻ ചെയ്യണം. അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് ആ ഒരു റീകൺസ്ട്രക്ഷൻ എല്ലാം എവിടെ ഇരിക്കണം, ആ ഒരു ബോണിൻ്റെ പൊസിഷൻ തീരുമാനിക്കുന്നത്. ഈ പറഞ്ഞൊരു ഒക്ലൂഷൻ ബേസ്ഡ് അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സസ് ബേസ് ചെയ്തിട്ട് വേണം നമ്മളിതെല്ലാം ഒന്ന് പ്ലാൻ ചെയ്യാൻ. കുറേ പേര് പറയുന്ന പ്രശ്നമാണ് കീഴ്ത്താടിയുടെ സന്ധിയിലുള്ള വേദന എന്ന് പറയുന്നത്. അപ്പോൾ അത് ഈ ഡെൻചേഴ്സ് ഒക്കെ വെക്കുന്ന ആളുകൾക്കും വരാറുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ട്? നമ്മൾ ഈ TMJ ഡിസോർഡേഴ്സ്, അതായത് കീഴ്ത്താടിയിൽ ആ സന്ധിയിൽ ഉണ്ടാകുന്ന വേദന ഒരുപാട് ആൾക്കാർക്കുള്ളതാണ്. അത് പല റീസണാണ് അതിനുള്ളത്. നമുക്ക് ഈ പറഞ്ഞതുപോലെ പല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കാരണം മാത്രമാണ്. ഒരുപാട് സ്ട്രെസ്സ് കൊണ്ട്, പിന്നെ പലതരം മസിൽസിൻ്റെ, കാരണം ചില മസിലിൻ്റെ അമിതമായിട്ടുള്ള സ്ട്രെയിൻ കൊണ്ട് ഒരുപാട് ആൾക്കാരുടെ ഒരു കംപ്ലയിൻ്റാണ്. സാധാരണ നമുക്ക് ഡെയിലി ധാരാളം പേഷ്യൻസിന് അത് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിന് ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാളിപ്പോൾ പല്ലില്ലാണ്ടിരിക്കുക, എസ്പെഷ്യലി ബാക്കിലെ പല്ലൊക്കെ ആണെങ്കിലും അത് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ കറക്റ്റായിട്ട് ആ ഒരു പൊസിഷൻ, നമ്മുടെ ഇവിടെ ഒരു ജോയിൻ്റാണ്, നമ്മുടെ ഈ മുട്ടിലെ എല്ല് എൽബോയിലെ എന്ന് പറയുന്നതിൽ ഇവിടെ ഒരു ജോയിൻ്റ് ഉണ്ട്. ആ ഒരു പൊസിഷൻ കറക്റ്റായിട്ടാകുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനുവേണ്ടി പല്ല് കറക്റ്റായിട്ട് റീപ്ലേസ് ചെയ്യും. അതുപോലെ നമ്മുടെ കടി കറക്റ്റ് ആകുക. പലപ്പോഴും പലർക്ക് കടിയൊക്കെ തെന്നി മാറി മുമ്പോട്ട് അല്ലെങ്കിൽ സൈഡിലോട്ട് അങ്ങനെ വരുമ്പോഴും അത് നാച്ചുറലി മസിലിനെ അഫക്റ്റ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് ഈ ജോയിൻറ്റിനെ അഫക്റ്റ് ചെയ്യും. അത് നല്ല വേദന. പിന്നെ അല്ലാണ്ട് ഉള്ള കാരണം എന്ന് വെച്ചാൽ എല്ലിന് ആ ജോയിൻറ്റിന് ഉണ്ടാകുന്ന തേയ്മാനമുണ്ട്, അതിന് വേറെ റീസണാണ്. അപ്പോൾ പലതരത്തിലുണ്ട് ഈ തേയ്മാനം ഉണ്ടാകുന്നതും അതുപോലെ ഈ ജോയിൻറ്റിന് വേദന ഉണ്ടാകാനുള്ള കാരണങ്ങളും. അപ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ടുന്ന അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക. ഈ പല്ല് വെക്കുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. കാരണം പല്ലില്ലാതിരിക്കുകയാണെങ്കിൽ നാച്ചുറലി അറിയാമല്ലോ, പേഷ്യൻ്റെ കടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറും. അപ്പോൾ അതനുസരിച്ചിട്ട് നാച്ചുറലി മസിലിനെ അഫക്റ്റ് ചെയ്യും, പിന്നെ അത് ജോയിൻറ്റിനെ അഫക്റ്റ് ചെയ്യും. അതൊരു വേദനയ്ക്കുള്ള ഒരു കാരണമാണ്, പക്ഷെ അത് കോമൺ ആയിട്ടുള്ളൊരു കാരണം തന്നെയാണ്. ഇംപ്ലാന്റ് വെച്ചിട്ട് കുറച്ച് ദിവസങ്ങൾ ചിലപ്പോൾ ആ ബോണും ആ
ഏരിയ ഒക്കെ ഒന്ന് റീഫോം ആവാൻ ഹീൽ ആവാനുള്ള സമയമുണ്ടല്ലോ. അപ്പോൾ ഭക്ഷണക്രമത്തിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരാറുണ്ടോ? നമ്മൾ ഏറ്റവും കെയർഫുള്ളായിട്ട് നടത്തുക എന്നുള്ളതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അവിടെ പല്ലന്നേരം ഇല്ല. എസ്പെഷ്യലി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഡിലേഡ് ലോഡിങ്, പിന്നീടാണ് പല്ല് വെക്കുന്നത് എങ്കിൽ ആ സമയത്ത് അവിടെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അവിടെ നന്നായിട്ട് കെയർഫുൾ ആയിരിക്കണം. അവിടെ ചവയ്ക്കാൻ എന്തായാലും ആ സൈഡ് കൊണ്ട് പറ്റില്ല. പക്ഷേ അതിന് കൂടൊപ്പം തന്നെ അവിടെ മുറിവോ ഒന്നും ഉണ്ടാകാതിരിക്കാൻ. കാരണം സാധാരണഗതിയിൽ ഇംപ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ ഒരു തയ്യലൊക്കെ സ്വിച്ചറൊക്കെ ഇടാറുണ്ട്. അപ്പോൾ അവിടെ കെയർഫുള്ളായിട്ട് തന്നെ നമ്മൾ ക്ലീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. പ്ലസ് ഈ പറഞ്ഞതുപോലെ അവിടോട്ട് അധികം ഫോഴ്സ് ഒന്നും വരാതെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പൊ ഫുൾ മൗത്ത് ചെയ്യുന്ന ആളുകൾക്ക് അപ്പോൾ ഭക്ഷണത്തിന് എന്താ ചെയ്യുക ആദ്യത്തെ ദിവസങ്ങളിൽ? ഫുൾ മൗത്ത് ചെയ്യുന്നത് തന്നെ പല രീതിയുണ്ട് അത് ചെയ്യുന്നതിന്. നേരത്തെ പറഞ്ഞതുപോലെ ആവശ്യത്തിന് എല്ലിന് ഉറപ്പുണ്ട് എങ്കിൽ നമ്മൾ ഈ ഫുൾ മൗത്ത് ചെയ്യുന്നതിനോടൊപ്പം തന്നെ വിത്തിൻ 1 വീക്ക് തന്നെ നമുക്ക് ഈ പറഞ്ഞ ടെമ്പററി ആയിട്ടുള്ള പല്ലും വെക്കാൻ സാധിക്കും. അതൊരു സ്ക്രൂ റീറ്റെയിൻഡ് ആയിട്ടുള്ള പല്ല് സെറ്റ് ആയിരിക്കും വെക്കുന്നത്. അത് ടെമ്പററി ആയിട്ടായിരിക്കും. എഗെയിൻ അതിൻ്റെ കടി ഒക്ലൂഷൻ എന്ന് പറയും. ആ കടി നോക്കുന്നതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള രീതികളുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് വെക്കാൻ സാധിക്കും. വളരെ ചില കേസുകൾ, അപൂർവമായിട്ടുള്ള കേസുകൾ നമുക്കിപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് പറ്റുന്നില്ല എങ്കിൽ ടെമ്പററി ആയിട്ടൊരു ഡെഞ്ചർ ഉപയോഗിക്കും പേഷ്യൻ്റ് ഇംപ്ലാന്റ് വെച്ച് കഴിഞ്ഞ്. അതും നല്ലതെന്ന് വെച്ച് നമ്മളൊരു സോഫ്റ്റ് ലൈനർ വെച്ചിട്ട് കൊടുക്കുകയാണ് എങ്കിൽ അമിതമായിട്ടുള്ള ബലമൊന്നും ഇംപ്ലാന്റിലോട്ട് വരാതിരിക്കാൻ സാധിക്കും. അപ്പോൾ ഒന്നീ സോഫ്റ്റ് ലൈനർ വെച്ചിട്ട് ഒരു റിമൂവബിൾ ഡെഞ്ചർ കൊടുക്കുക. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഇംപ്ലാന്റിന് ഒരുവിധം ഉറപ്പുണ്ട് എങ്കിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ സ്ക്രൂ റീറ്റെയിൻഡ് ആയിട്ടുള്ള ടെമ്പററി പ്രോസസ്സസ് വെക്കാം. പക്ഷേ വൺസ് ഇംപ്ലാന്റ് നന്നായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തതിന് ശേഷം പെർമനൻ്റ് ആയിട്ടുള്ള പ്രോസസ്സിലോട്ട് പോകാൻ പറ്റും. ഇപ്പോൾ കുട്ടികൾക്ക് ഇപ്പോൾ ഇമ്മീഡിയറ്റ്ലി എന്തെങ്കിലും ഒരു പല്ല് പോവുകയാണ്, പക്ഷേ അവർക്ക് കുറച്ച് ഏജ് എടുക്കുമല്ലോ ബോണൊക്കെ ഒന്ന് മെച്ചുവർ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ പോവുകയാണെങ്കിൽ നമ്മൾ ഇംപ്ലാന്റിലേക്ക് മൂവ് ചെയ്യുമോ ട്രീറ്റ്മെൻറ്റ്? സാധാരണ നമുക്ക് ഇംപ്ലാന്റ്സ് വെച്ചിട്ടാണ് കൊച്ചു കുട്ടികൾക്ക് വെക്കാറില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അതൊരു ഗ്രോയിങ് ബോൺ, നമ്മുടെ ബോൺ ഗ്രോത്ത് ഇപ്പോൾ കംപ്ലീറ്റ് ആയതിനു ശേഷമേ നമ്മൾ പെർമനൻ്റ് ആയിട്ടുള്ള പല്ല് വെക്കുന്നതാണ് നല്ലത്. ഇല്ല എങ്കിൽ ഈ ജോ ഗ്രോത്ത് അനുസരിച്ചിട്ട് നമുക്ക് എന്തായാലും അതിൻ്റെ പൊസിഷൻ എന്തായാലും മാറ്റം വരും. അപ്പോൾ ഒരു ഫൈനൽ സ്റ്റേജിന് എത്തിയതിന് ശേഷം ഒരു പെർമനൻറ്റ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനിലോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ നമ്മൾ ടെമ്പററി ആയിട്ട് പല്ല്, അതായത് നമ്മൾ ഈ മിനി ഇംപ്ലാന്റ്സ് ഒക്കെ അവൈലബിൾ ആണ്, അത് വെച്ചിട്ട്. കാരണം പലപ്പോഴും പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്ടോഡെർമൽ ഡിസ്പ്ലേഷ്യ എന്നൊക്കെ പറഞ്ഞ കണ്ടീഷൻ ഒരു അവസ്ഥയുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ഈ താടിയിൽ പല്ലുകളുടെ എണ്ണമൊക്കെ വളരെ കുറവായിരിക്കും പുറത്തേക്ക് കാണുന്നത്. അങ്ങനെയുള്ള പേഷ്യൻസിന് ഈ സാധാരണ വെക്കുന്ന റിമൂവബിൾ ഡെഞ്ചർ ഒന്നും ഇരിക്കില്ല. അപ്പോൾ നമ്മൾ ചെറിയ ഇംപ്ലാന്റ് വെച്ചിട്ട് തൽക്കാലത്തേക്ക് ടെമ്പററി ആയിട്ടുള്ളൊരു റിമൂവബിൾ ഡെഞ്ചർ വെക്കും. പക്ഷേ ആ ഗ്രോത്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളൊരു പെർമനൻറ്റ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനിലോട്ട് പോകുന്നത്. ആ സമയത്ത് നമുക്ക് പറ്റുമെങ്കിൽ ഈ ഇംപ്ലാന്റ് അന്നേരം യൂട്ടിലൈസ് ചെയ്യാം. അത് പറ്റുന്നില്ല എങ്കിൽ ആ ഇംപ്ലാന്റ് നമുക്ക് ചിലപ്പോൾ ഉപയോഗിക്കാൻ പറ്റില്ല, സ്ലീപ്പിംഗ് ഇംപ്ലാന്റ്. നമ്മൾ അതിനെ അവോയ്ഡ് ചെയ്തിട്ട് ബാക്കി ഇംപ്ലാന്റ്സ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അന്നേരം നമ്മൾ ട്രീറ്റ്മെൻറ്റ് തീരുമാനിക്കുന്നതെന്ന് വെച്ചാൽ ആ രീതിയിൽ നമുക്ക് വെച്ചേക്കാം. ഡെന്റിസ്ട്രി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് മനസ്സിൽ വരിക ഒരു പല്ല് എന്നുള്ള രീതിയിൽ മാത്രമാണ്. അതിലപ്പുറത്തേക്ക് അതിനൊരു ലൈഫ് ചേഞ്ചിങ് പേർപ്പസ് ഉണ്ട് എന്നുള്ളൊരു കാര്യം മാമിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പോൾ ഇത്രയും സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിന് ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.